നിങ്ങളുടെ അടുത്തേക്ക് ആയിപ്പാടാൻ സാധ്യതയുണ്ട്. അതുവഴി നിങ്ങളുടെ വസ്ത്രങ്ങളിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. ഭക്തജനങ്ങൾ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്ന് ക്ഷേത്രത്തിൽ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ ആംബുലൻസിന് താമസിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ക്ഷേത്രത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഏത് കർഷകരിലും അമ്മയുടെ തിരുവനന്തപുരം ബംഗാളി എത്തിക്കാൻ എല്ലാ ബഹുമാന്യ ഭക്തജനങ്ങൾക്കും അമ്മയുടെ പ്രസാദരാശികൾ ഉണ്ടാകട്ടെ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അതുകാലം ശരണം. തമിഴ്നാട് തേച്ചിത്താറിൽ നിന്നും വന്നിട്ടുള്ള പ്രസന്ന സരിത എന്നിവരെ കാത്ത് കൃഷ്ണമ്മ ലത എന്നിവർ ആറ്റുകാൽ പോലീസ് ഈ ക്ഷേത്ര പരിസരത്ത് വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആറ്റുകാൽ പോലീസ് ആറ്റുകാലമ്മ ശരണം. ഭക്തജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന പക്ഷം അടുത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയോ ക്ഷേത്ര വോളണ്ടിയർമാരെയോ അപ്പോൾ നമ്മുടെ ഈ ഒരു പൊങ്കാലയുടെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണ്? അതായത് ഇപ്പം നമ്മൾ കൂടുതലും വിചാരിച്ചിരിക്കുന്നത് അവർക്കൊരു കെയർലെസ് ആയിട്ടാണ് അവർ പെരുമാറുമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. അവർ പൂർണ്ണമായിട്ടും അവരെയും സ്വന്തമായിട്ടും അടുത്തുള്ളവരെ എല്ലാം നന്നായിട്ട് കെയർ ചെയ്താണ് അവർ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. പിന്നെ കൂടുതലും ഇതിനകത്ത് സാധ്യത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടിൻ്റെയും ഇതും മറ്റും കാര്യങ്ങൾ കൊണ്ട് കളന്ന് വീഴാനൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പക്ഷേ പൊതുവിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഈ വർഷം അങ്ങനെ ഉണ്ടായില്ല. അധികം ആളുകൾ ഉണ്ടായിരുന്നിട്ട് പോലും അങ്ങനെയുള്ള സാഹചര്യം ഒന്നും ഉണ്ടായില്ല. നല്ല രീതിയിൽ പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട്. ഫയർ ആൻഡ് സേഫ്റ്റി നമ്മൾ ഓരോ പോയിന്റുകളും നന്നായിട്ട് ആംബുലൻസും എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. ഓക്കെ ഓക്കെ താങ്ക് യു. ദുഃഖങ്ങളെല്ലാം അകറ്റുന്ന അമ്മയാണ് ഞങ്ങളുടെ അമ്മയല്ലാതെ മറ്റാരുമില്ലേ. പൊങ്കാല അർപ്പിക്കുന്നത് ഒരേ മനസ്സോടെ പാലക്കാട്. എത്ര ദിവസം മുമ്പ് ഇവിടെ വന്നു? എത്ര ദിവസം മുമ്പ് വന്നു? വെള്ളിയാഴ്ച വന്ന് ഇവിടെ സ്ഥലം പിടിച്ച്. ആരൊക്കെ വന്നിട്ടുണ്ട്? 5 പേരുണ്ട്. ഇതൊക്കെ അമ്മയുടെ ഫ്രണ്ട്സ് ആണോ? മക്കളെല്ലാം ഉണ്ടോ? അമ്മയുടെ ഫ്രണ്ട്സ് ആണ്. അമ്മയുടെ ഫ്രണ്ട്സ് ഒക്കെ അമ്മയെ ചെറുപ്പമാണല്ലോ. ആശംസകൾ.